പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ 5 മണിക്കാണ് സർവീസ് പുനരാരംഭിച്ചത്. 2 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു. രേഖകൾ പരിശോധിച്ച ശേഷം സർവീസിന് അനുമതി. നിയമം പാലിച്ചു മാത്രമാണ് ഓടുന്നതെന്ന് ബസ് നടത്തിപ്പുകാരനായ റോബിൻ ഗിരീഷ്. ഒന്നല്ല, ഇപ്പം 3-4 ജയിൽവാസം കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ നിയമം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വഴിയെ കാണാം. എന്തായാലും 4 വണ്ടി റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള ബ്ലോക്ക് ഈ വണ്ടിക്കേ മാറിയിട്ടുള്ളൂ, ബാക്കി വണ്ടികൾക്ക് മാറിയിട്ടില്ല. കോട്ടയത്തും ഇടുക്കിയിലും പരിശോധനയുണ്ടായില്ല. മൂവാറ്റുപുഴ ആനിക്കാടെത്തിയപ്പോൾ വീണ്ടും ബസ് തടഞ്ഞു. മുൻകൂട്ടി ബുക്ക് ചെയ്തവർ തന്നെയാണോ യാത്ര ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാനായിരുന്നു പരിശോധന. അതൊന്നും ഇതിനകത്തല്ല. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്നു. കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല. പരിശോധന റൊട്ടീൻ ചെക്കിംഗ്. മുൻ സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകൂട്ടി ബുക്ക് ചെയ്തവർ മാത്രമാണ് ഇന്ന് ബസ്സിലുണ്ടായിരുന്നത്. 24 ഇടുക്കി. നിയമം പാലിച്ച് വാഹനം ഓടിച്ചാൽ പോക്കറ്റ് കാലിയാകില്ല. എല്ലാവർക്കും അനുവർത്തിക്കാവുന്ന മാതൃകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.